നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB NTPC പരീക്ഷ ഏതാണ്ട് അടുക്കാറായി. ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്നായിരിക്കും സാറേ RRB NTPCയുടെ പരീക്ഷ എന്നുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ നിങ്ങൾ ഓർക്കുക, ഒക്ടോബറിലാണ് ഏകദേശം RRBയുടെ പഠനം എല്ലാവരും ആരംഭിച്ചത്. അതായത് RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ്. ഏകദേശം 5 മാസത്തോളം കഴിഞ്ഞു. നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് പകുതിയോളം എത്തി. ഏകദേശം 5-5.5 മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? NTPC കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് മാത്സും റീസണിങ്ങും കുറെ വട്ടം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് തരമുള്ള കുട്ടികൾ നമുക്ക് എടുക്കാം. ഒന്ന്, RRB NTPCക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ. അടുത്തത് കേരള PSCയുടെ LDC പോലത്തെ അല്ലെങ്കിൽ ഡിഗ്രി പോലെയുള്ള പരീക്ഷകൾ എന്തോ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ ഇതിന് മുന്നേ എപ്പോഴോ പഠിച്ചു നിർത്തിയ കുട്ടികൾ, കഴിഞ്ഞ കൊല്ലമോ കഴിഞ്ഞ മുന്നത്തെ കൊല്ലമോ പഠിച്ചു നിർത്തിയ കുട്ടികൾ. അതായത് ബേസിക് ആയിട്ട് നമ്മുടെ ഈ ടോപ്പിക്സിനെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കുട്ടികൾക്ക് ഇനിയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്രാഷ് കോഴ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള NTPCയുടെ പഠനം എന്നതിനെ പറ്റി ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിചാരിക്കാം, RRB JEEയുടെ ഡേറ്റ് വരാനുണ്ട്. ഓൾറെഡി മാർച്ച് മാസം മൊത്തം RRB RPFന്റെ RPF കോൺസ്റ്റബിളിന്റെ എക്സാം ആണ് ഏകദേശം 20-ാം തീയതി വരെ. അത് കഴിഞ്ഞാൽ ഉടനെ RRB ALPയുടെ പരീക്ഷ വരാണ്. ഈ മാർച്ച് മാസം ഫുൾ ഒക്യുപ്പൈഡ് ആണ്. നമുക്ക് എന്ത് വിചാരിക്കാം, മാർച്ച് മാസത്തിൽ എന്തായാലും പരീക്ഷ കാണില്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ ഉള്ളത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച തന്നെ RRB JEEയുടെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. RRB JEEയുടെ CBT 2 പരീക്ഷ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ഏകദേശം ഏപ്രിൽ മിഡിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? RRB NTPCയുടെ പരീക്ഷ പ്രതീക്ഷിക്കാം. ഏകദേശം നമ്മുടെ അടുത്ത് 30+ ഡേയ്സ് ആണുള്ളത്. എക്സാം ഡേറ്റിനെ പറ്റി പറയുമ്പോൾ ഏകദേശം നമ്മുടെ 30 ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം. 30+ ദിവസം. പിന്നെ കിട്ടുന്ന എല്ലാ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഒരു ഏപ്രിൽ പകുതിയിലായിരിക്കും പരീക്ഷ എന്ന് വിചാരിച്ച് വേണം നമ്മൾ ഇപ്പോ റിവിഷൻ എല്ലാം തുടങ്ങാൻ. ഏപ്രിൽ പകുതി, അതായത് ഇനി ഏതാണ്ട് ഒരു 30 to 45 ഡേയ്സ് ഉണ്ടാവുമായിരിക്കും. 30+ ഡേയ്സ് ഉണ്ടാവുമായിരിക്കും. ഈ 30 to 45 ഡേയ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇനിയുള്ളത് എങ്ങനെ നോക്കണം എന്നതിനെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ വന്നിട്ടുള്ളത്. NTPCനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 സബ്ജക്ട്സ് എല്ലാം ഉള്ള. ഒന്ന് റീസണിങ്, അടുത്തത് ആപ്റ്റിറ്റ്യൂഡ്, അടുത്തത് അവയർനെസ്. ഈ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഓൾറെഡി കണ്ടന്റ് കണ്ട് തീർത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള സമയം മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ടൈം ആൻഡ് വർക്ക്, എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, എന്താണ് മെൻസുറേഷൻ, എന്താണ് ജോമെട്രി എന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് CBT 1 മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഒരു മാസം കൊണ്ട് CBT 1 അല്ലെങ്കിൽ 30 to 45 ഡേയ്സ് കൊണ്ട് CBT 1 എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവിഷൻ പ്ലാനാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. എന്താണ്, എങ്ങനെ റിവൈസ് ചെയ്യാം? അത് നമുക്ക് ഏകദേശം നമ്മുടെ കയ്യില് എത്ര, ഒരു 30 to 45 ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 30 to 45 ഡേയ്സ്. നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റില്ല. ഏപ്രിൽ മെയ് അത് വിട്ടു പോകാൻ സാധ്യതയില്ല. കാര്യം ജൂൺ ജൂലൈയിൽ CGLന്റെ പരീക്ഷ വരാനുള്ളതാണ്. ഏപ്രിൽ മെയ്യിൽ പരീക്ഷ കാണും. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ മെയ്യിലേക്ക് പോവായിരിക്കും, അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയിലേക്ക് വരുമായിരിക്കും. അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഏപ്രിൽ അവസാനം എന്ന് വിചാരിച്ചാൽ നമുക്ക് തുടങ്ങാം. ഈ ഒരു മാസം നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം? നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇനി സിലബസും പിടിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി നമുക്ക് മാത്സും റീസണിങ്ങും എന്ത് ചെയ്യണം? മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. ജനറൽ അവയർനെസ് നിങ്ങൾ ആദ്യമേ പഠിച്ച് മറന്നു പോകുന്നതിലും ഭേദം ഇപ്പൊ പഠിക്കുന്നതാണ്. ഇപ്പൊ ജനറൽ അവയർനെസ് മാക്സിമം പഠിച്ചു കൂട്ടുക, റിവൈസ് ചെയ്യുക. പക്ഷെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള മാത്സിനെയും റീസണിങ്ങിനെയും പെർഫെക്റ്റ് ആക്കണം. കാരണം എന്താ, നമ്മുടെ 60 മാർക്ക് അവരുടെ കയ്യിലാണ്. നമ്മുടെ 60% മാർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വട്ടം ഏകദേശം 130+ ഷിഫ്റ്റുകൾ ഉണ്ടായി. കഴിഞ്ഞ വട്ടത്തെ NTPC CBT 1 130+ ഷിഫ്റ്റുകൾ ഉണ്ടായി. ഓരോന്നിലും 100 ക്വസ്റ്റ്യൻ വെച്ചില്ലേ? എത്ര ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോ? എത്ര ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ്? 10, 100, 1000, 10,000, 13,000 ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനിയുള്ള ഈ ഒരു മാസത്തില്, അല്ലെങ്കിൽ ഇനിയുള്ള ഈ ഒരു 45 ഡേയ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇനി എവിടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുക? നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കാണുക. നമ്മുടെ റെക്കമെൻഡഡ് ബുക്ക് ലിസ്റ്റില്
നമ്മുടെ YCTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബുക്ക്ലെറ്റും അതുപോലെ പിനക്കളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബുക്ക്ലെറ്റും കിട്ടും. YCTയുടെയും അതുപോലെ യങ് കോമ്പറ്റീഷൻ ടൈംസിന്റെയും പിനക്കളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും. ആ ബുക്ക്ലെറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക. ആ ബുക്ക്ലെറ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. എന്നിട്ട് ഡൗട്ട് വരുമ്പോൾ കണ്ടന്റ് പോയി ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു മാസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ട്, റിവിഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ പറയുന്ന ടൈം ഒരു 30 to 45 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. കണ്ടന്റ് കുറെ വലിച്ചേരിട്ട് കാര്യമില്ല. ജനറൽ അവയർനെസ് നിങ്ങൾ മറന്നുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചുകൊണ്ടേയിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹൈ വെയിറ്റേജ് ഏരിയകൾ മനസ്സിലാവും. ഓക്കെ, ഹൈ വെയിറ്റേജ് ഏരിയ ഫോർ എക്സാമ്പിൾ ജോഗ്രഫിക്ക് റിവറിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡ്രെയിനേജ് സിസ്റ്റം റിവറിൽ നിന്ന് ഒരുപാട് ചോദ്യം. അത് ആദ്യമേ നമ്മൾ 5ാം മാസം ഒക്ടോബറിലെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഇപ്പൊ ഇനി എന്ത് ചെയ്യുക, എല്ലാ ഫാക്ടുകളും ഇപ്പൊ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക. മാക്സിമം ഇനിയുള്ള ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം മനസ്സിൽ വേണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിയിലെ മെയിൻ ആയിട്ടുള്ള കിങ്ഡംസ്, അതുപോലെ ജോഗ്രഫിയിലെ റിവർ മാപ്പിംഗ്, അതുപോലെയുള്ള കാര്യങ്ങള്, എക്കണോമിയിലെ 5 ഇയർ പ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെമ്മറൈസ് വെക്കാൻ നോക്കാം മാക്സിമം. അതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക, ഏത് പാറ്റേണിലാ ചോദിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താ പോയേക്കുന്നത്, നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. എന്നാലും ഞാൻ ഈ പറയുന്ന ഏകദേശം 13,000-ഓളം ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുക. ഇതിനകത്ത് ഈ YCTയിൽ പിനക്കളിലും എന്തുണ്ടാവും, RRB JE, RRB ALP, RRB NTPC, RRB ഗ്രൂപ്പ് ഡി, ടെക്നീഷ്യൻ, ഇവരെല്ലാ ചോദ്യങ്ങളും ഉണ്ടാവും. സോ മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ എടുക്കുക, മാക്സിമം ടെസ്റ്റുകൾ എടുക്കുക. മോക്ക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, ടോപ്പിക് ടെസ്റ്റുകൾ. അതിന്റെ കാരണം എന്താ, നമ്മൾ RRB JEയുടെ പരീക്ഷ CBT 1 കഴിഞ്ഞതാണ് അല്ലെ. ഡിസംബറിൽ RRB JEയുടെ CBT 1 പരീക്ഷ കഴിഞ്ഞതാണ്. കുട്ടികൾക്ക് നേരിട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ, സമയം തികയുന്നില്ല എന്നുള്ളതാണ്. എന്താണ്, സമയം തികയുന്നില്ല. എന്തുകൊണ്ടാ സമയം തികയാത്ത? കുട്ടികൾ കുറെ പഠിച്ചിട്ട് പോയി, പക്ഷെ എന്ത് ചെയ്തില്ല, ടെസ്റ്റുകൾ ചെയ്യാൻ വലിയ സമയം കൊടുത്തില്ല. സോ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മുടെ എത്ര മാർക്കാ ഉള്ളത്, ഏകദേശം നമ്മുടെ 9 മിനിറ്റാ ഉള്ളത് 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതിനകത്ത് റീസണിങ്ങിന്റെ 2 ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക, കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് കുട്ടികളുടെ എന്തായി, നഷ്ടം വന്നു. പിന്നെ ബാക്കിയുള്ള 8 ക്വസ്റ്റ്യന് 6 മിനിറ്റ് മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ. ഏകദേശം 100-ൽ 80 ക്വസ്റ്റ്യനെ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിയുള്ളൂ. പൊതുവെ RRB പരീക്ഷകളുടെ ടൈം അല്ലെങ്കിൽ SSC RRB പരീക്ഷകളുടെ ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോക്കോ, നിങ്ങൾക്ക് 100-ൽ 100 ചോദ്യം ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടെസ്റ്റുകളും ചെയ്യണം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവരെല്ലാം പഠിച്ചിട്ട് പോയി, ഇതെല്ലാം പഠിച്ച് അരച്ച് കലക്കി പോയി എന്ന് വിചാരിക്കുക, നിങ്ങൾ ടെസ്റ്റുകൾ ഒന്നും ചെയ്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ മനസ്സിലാക്കിയില്ലെങ്കിൽ മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോ എന്ത് ചെയ്യുക, മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകളിലൂടെ നിങ്ങളെ ടൈം ബിൽഡപ്പ് ചെയ്തെടുക്കുക. ഒരു 10 മാർക്കിന്റെ പരീക്ഷ 8 മിനിറ്റ് കൊണ്ട് തീർക്കാൻ നോക്കുക. ഒരു 20 മാർക്കിന്റെ പരീക്ഷ ഏകദേശം 17 മിനിറ്റ് കൊണ്ട് തീർക്കാൻ നോക്കുക. ഓക്കെ, 10 ക്വസ്റ്റ്യൻ്റെ 8 മിനിറ്റ്, അങ്ങനെ നമ്മൾ 100 ക്വസ്റ്റ്യന്റെ ഏകദേശം 90 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. തെറ്റിപ്പോക്കോട്ടെ, കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ തെറ്റിപ്പോക്കോട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ. എനിക്ക് 100 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഓൾറെഡി എനിക്കൊരു 60+ മാർക്ക് അല്ലെങ്കിലേ കിട്ടും. അതിനെ ഒന്ന് തള്ളി ഒരു പരിധി മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ പരിശ്രമം കാര്യമായിട്ട് തന്നെ ടെസ്റ്റ് സീരീസിന്റെ കാര്യത്തിൽ വേണം. നമ്മൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ടോപ്പിക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം തരുന്നുണ്ടാവും. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ, ഹൈ വെയിറ്റേജ് സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാത്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഏരിയ, റീസണിംഗിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഏരിയ, നിങ്ങൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് കാണുന്നുണ്ടാവും, നിങ്ങൾ ഫിഗർ സീരീസ് കാണുന്നുണ്ടാവും, നിങ്ങൾ ഫിഗർ അനലോഗി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഇപ്പുറം തന്നെ നിങ്ങൾ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് കാണുന്നുണ്ടാവും. ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് വെയിറ്റേജ് കൂടുതൽ, ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഏതാണെന്ന് അറിയണ്ടേ? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭാഗത്തിനാണ്? ഇപ്പൊ ഞാൻ മെൻസുറേഷൻ ആണോ ജോമെട്രി ആണോ കാര്യമായിട്ട് പഠിക്കേണ്ടത്? നിങ്ങൾ മെൻസുറേഷൻ ആണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. കാര്യം എന്താ, മെൻസുറേഷനിലാണ് ചോദ്യങ്ങൾ കൂടുതൽ, ജോമെട്രിയിൽ നിന്ന് പൊതുവേ ചോദ്യങ്ങൾ കുറവാ.
എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ചോദ്യങ്ങൾ കുറവാ. അപ്പൊ ഒരുപാട് സമയം എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കണോ? വേണ്ട, കുറച്ച് സമയം കൊടുക്കാമുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ ഈ 3 വിഷയങ്ങളുടെ ജനറൽ അവയർനെസ്, മാത്സ്, അതുപോലെ റീസണിങ്, ഈ പറയുന്ന 3 ആളുടെയും ഓറിയന്റേഷൻ ഒന്ന് കണ്ടുവയ്ക്കുക, ഐഡിയ മനസ്സിലാക്കുക. സോ റിവൈസ് ചെയ്യുന്ന കുട്ടികൾ, PSC പഠിച്ച് നിർത്തിയ കുട്ടികളോ കഴിഞ്ഞ കൊല്ലം പഠിച്ച് നിർത്തിയ കുട്ടികളോ ഇനി റിവൈസ് ചെയ്യാൻ വേണ്ടി NTPCക്ക് വേണ്ടി ഞാൻ ഇനിയുള്ള സമയം കുത്തിയിരുന്ന് പഠിക്കും, ഒരു 12-14 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുമെന്ന് ഉറപ്പോടുകൂടി വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? ആദ്യം ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി ഈ പരീക്ഷയുടെ മട്ടും ഭാവം ഒന്ന് മനസ്സിലാക്കുക, ഈ പരീക്ഷയുടെ ഭാവങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിന്റെ കൂടെ നമ്മളൊരു സ്റ്റഡി പ്ലാനും ഉണ്ട്. ആ സ്റ്റഡി പ്ലാനും കൂടെ കണ്ട്, ഞാൻ എടുത്തൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി പ്ലാനും ഈ 3 വീഡിയോസ് കണ്ട് മട്ടും ഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ബുക്ക് ലിസ്റ്റിൽ നിന്ന് YCT, അതുപോലെ പിനക്കൾ എന്ന് പറയുന്ന 2 ബുക്കുകളിലുള്ള RRBയുടെ എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. ഏകദേശം ഒരു 45 ഡേയ്സ് ആകുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരുപാട് സാദൃശ്യമുള്ള ചോദ്യങ്ങൾ കാണും. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഞാൻ പഠിച്ചതാണല്ലോ, നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു 100-ൽ 95 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. അവിടെ വരെ എത്താൻ പറ്റണം. 100-ൽ 100 ചെയ്യാൻ പറ്റണം. 100-ൽ 100 ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. അതിന് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യാം. സോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ചെറിയ പൈസയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അവിടെ എങ്ങനെയായിരിക്കും പോകുന്നതെന്നല്ലേ? നമുക്ക് ആദ്യം ഒരു ക്ലാസ് ലിസ്റ്റ് ഉണ്ടാവും. ജനറൽ അവയർനെസിന്റെയും ജനറൽ സയൻസിന്റെയും ക്ലാസ് ലിസ്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ ക്ലാസ്സുകളിൽ പോയിട്ട് ആ ഡൗട്ടുകളെല്ലാം തീർക്കാം. ഓക്കെ, അതില് മാത്സിന്റെയും റീസണിങ്ങിന്റെയും ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലാസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറൽ അവയർനെസിന്റെയും സയൻസിന്റെയും ക്ലാസ്. സോ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, മാത്സ്, റീസണിങ്. ഓക്കെ, ഇനി കുറച്ച് ക്ലാസ്സും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ എല്ലാ ക്ലാസ്സുകളോട് ഈ ഒരു ആഴ്ച കൊണ്ട് എല്ലാ ക്ലാസ്സും നിങ്ങളുടെ ആ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണാം. അതോടുകൂടി ആ ക്ലാസ്സിന്റെ കൂടെ തന്നെ മാത്സിന്റെ ടെസ്റ്റ്, ജോഗ്രഫിയുടെ ടെസ്റ്റ്, ഇതുപോലെ ടെസ്റ്റുകളും ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഡെയിലി വീക്ക്ലി ചെയ്യേണ്ട ടെസ്റ്റുകളാണ്. ഇനി ടൈം ഇല്ലാത്തത് കൊണ്ട് ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, 10 മാർക്കിന്റെ ടെസ്റ്റ്, 20 മാർക്കിന്റെ ടെസ്റ്റ്, അതുപോലെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഏകദേശം ഒരു 30 to 40 ടെസ്റ്റുകൾ വരുന്നുണ്ടാവും. ഒരു 6 to 10 മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ഒരു വലിയ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ഒരു ഫുള്ളി സബ്ജക്ട് ടെസ്റ്റ്, പാർട്ട് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ശരിക്കും RRB പരീക്ഷ പോലത്തെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ടെസ്റ്റ് സീരീസും ഈ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് വെച്ചിട്ട്, റിവിഷൻ വെച്ചിട്ട്, PYQ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സുകൾ എല്ലാത്തിനെയും മനസ്സിലാക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. സോ എന്തെല്ലാമാണ് ഈ കോഴ്സിൽ നമ്മൾ അവൈലബിൾ ആക്കാൻ? നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളെല്ലാം ഇതിൽ അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ട ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. പിന്നെ ജനറൽ അവയർനെസിന്റെ ടോപ്പിക്സിന്, സെലക്ടഡ് ടോപ്പിക്സിനുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ കറണ്ട് അഫെയർ, ഏകദേശം 2 ഇയറിലെ കറണ്ട് അഫെയർ കമ്പൈലേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കറണ്ട് അഫെയർ കമ്പൈലേഷൻസ് എങ്ങനെയാ വരിക? കറണ്ട് അഫെയർ കമ്പൈലേഷൻസ് ഓക്കെ, കണ്ടോ? ആ അപ്പോയിന്റ്മെന്റ്സ്, ആപ്സ്, അവാർഡ്സ്, ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം 15 കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയാവും. കറണ്ട് അഫയേഴ്സ് ഒട്ടുമിക്ക ഭാഗങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. കാര്യം കഴിഞ്ഞ 2 കൊല്ലത്തെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും, RRB പുതിയ മാറ്റം കൂടുന്നത് മുതൽ ഫെബ്രുവരിയിലെ എല്ലാ കറണ്ട് അഫയേഴ്സും ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാം. അതുപോലെ ഓരോന്ന് പഠിക്കുമ്പോഴും, ഈ പറയുന്ന ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നിന്റെയും കറണ്ട് അഫയേഴ്സ് ചെയ്യുമ്പോൾ, ഓരോന്നിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ മോഷൻ ഞാൻ പഠിച്ചു, ടിക്ക് ഇടുക. ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്സ് പഠിച്ചു, ടിക്ക് ഇടുക. അങ്ങനെ സിലബസ് മൊത്തം സിലബസിനെ മൊത്തം PYQ കവർ ചെയ്യുക. ഇനി അതിനുള്ള സമയം നമ്മുടെ കയ്യിലുള്ള PYQs മാക്സിമം പഠിച്ച് എന്റെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. വീണ്ടും ചെയ്യുക. പല ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയാത്തായിരിക്കും, അത് പഠിക്കുക. അടുത്ത വട്ടം അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, സോ നമ്മളിവിടെ അവൈൽ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ക്ലാസ് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ, 300+ അവേഴ്സ് ഓഫ് ക്ലാസ്, സ്റ്റഡി പ്ലാൻ ഇപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ്, അതായത് മാത്സിന്റെ ക്ലാസിന്റെ കൂടെ തന്നെ ഫാക്കൽറ്റിയുടെ കൂടെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനുള്ള ബുക്ക്ലെറ്റ്സുകളും, അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സിൽ കയറി കഴിഞ്ഞിട്ട് കാണാൻ പറ്റും.
അവിടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് അവൈലബിൾ ആയിരിക്കും, പിന്നെ റിവിഷന് വേണ്ടിയിട്ടുള്ള ക്യൂ കാർഡ്സ് അവൈലബിൾ ആയിരിക്കും, സെലക്ടഡ് ടോപ്പിക്സിന്റെ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം ഉണ്ടാവും. സോ താല്പര്യമുള്ള എല്ലാവർക്കും ഞാൻ ഈ താഴെ കൊടുത്തുള്ള നമ്പറിൽ വിളിക്കാം. സോ ബേസിക്കലി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ ഈ പറയുന്ന 30 to 45 ഡേയ്സ് എന്ത് ചെയ്യാ? PYQനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിൽ തന്നെ മാത്സ് ആൻഡ് റീസണിങ് വെച്ച് തുടങ്ങാം. ഏതാണ്? മാത്സ് ആൻഡ് റീസണിങ് വെച്ച് തുടങ്ങാം. മിക്കവാറും ആൾക്കാരുടെ മാത്സും റീസണിങ് കഴിഞ്ഞിട്ടുണ്ടാവും. മാത്സ് ആൻഡ് റീസണിങ് വെച്ച് തുടങ്ങാം. ഓക്കെ, മാത്സ് ആൻഡ് റീസണിങ് വെച്ചിട്ട് ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാൻ ആരംഭിക്കുക. അത് കഴിയുമ്പോൾ പയ്യെ ജനറൽ അവയർനെസ്സിലേക്ക് നമുക്ക് കയറാം. ജനറൽ അവയർനെസ്സിൽ പയ്യെ ഓരോന്ന് ചെയ്തു തുടങ്ങാം. അപ്പോഴേക്കും നമ്മൾ കോൺഫിഡന്റ് ആവും. ഓരോ ടോപ്പിക് കഴിയുന്നതോറും നമ്മൾ കുറച്ച് കോൺഫിഡന്റ് ആയി വരും. ഇല്ലെങ്കിൽ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവസാനം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ ബാക്കി സബ്ജക്ട് ടെസ്റ്റുകളുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അല്ലാതെ കുറെ പഠിച്ചു കൂട്ടിയതുകൊണ്ടായില്ല. ഇതിന്റെ ഒരു സിസ്റ്റത്തിനെ ക്രാക്ക് ചെയ്യണം. ഈ ടെസ്റ്റുകളിൽ മാക്സിമം മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒരു 75 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പകരം എനിക്കൊരു 95 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തായാലും ഞാൻ കൂടുതൽ സ്കോർ ചെയ്യും. 75 ഉള്ളവൻ കുറച്ചേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ടെസ്റ്റുകൾ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അതിന്റെ കൂടെ ക്ലാസ്സുകൾ മനസ്സിലാക്കുക. സോ ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിക്കുക. ഒട്ടും സമയം കളയാതെ ജോയിൻ ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.